നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. വിഖ്യാത സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി എൻ കരുൺ അന്തരിച്ചു. അന്ത്യം 73-ാം വയസ്സിൽ തിരുവനന്തപുരത്തെ വസതിയിൽ. വിടവാങ്ങിയത് രാജ്യാന്തര വേദികളിൽ മലയാളത്തെ അടയാളപ്പെടുത്തിയ ചലച്ചിത്ര പ്രതിഭ. കഞ്ചാവുമായ റാപ്പർ വേടൻ പിടിയിൽ. തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. ലഹരി ഉപയോഗിച്ചത് സമ്മതിച്ച് വേടൻ. കുരുക്കായി കഴുത്തിലെ മാലയിലെ പുലിപ്പല്ല്. വനം വകുപ്പ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കും. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും മോഡൽ സൗമ്യയും എക്സൈസിന് മുന്നിൽ. നടന്മാരുമായുള്ള പെൺവാണിഭ ലഹരി ഇടപാടുകൾ സമ്മതിച്ച് സൗമ്യ. 6 നടന്മാർക്ക് ലഹരി നൽകിയെന്നും കുറ്റസമ്മതം. സൗമ്യയെ അറസ്റ്റ് ചെയ്യും. ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ച് ഷൈൻ. പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടിക്കാൻ ഇന്ത്യ. ഡൽഹിയിൽ തിരക്കിട്ട നീക്കങ്ങൾ. പ്രതിരോധ മന്ത്രി വീണ്ടും പ്രധാനമന്ത്രിയെ കണ്ടു. പ്രതിരോധ കാര്യങ്ങൾക്കായുള്ള പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം തുടരുന്നു. യോഗത്തിൽ പങ്കെടുത്ത് രാഹുൽ ഗാന്ധിയും. അതിർത്തി സംഘർഷങ്ങൾക്കിടെ ആയുധക്കരുത്ത് കൂട്ടി ഇന്ത്യ. 26 റഫേൽ വിമാനങ്ങൾ കൂടി വാങ്ങാൻ ഫ്രാൻസുമായി 3000 കോടിയുടെ കരാർ. പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകി ചൈനയും തുർക്കിയും. ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിച്ച 16 പാക് യൂട്യൂബ് ചാനലുകൾക്ക് രാജ്യത്ത് നിരോധനം. BBC ചാനലിന്റെ റിപ്പോർട്ടിംഗിൽ കേന്ദ്രത്തിന് അതൃപ്തി. കൊല്ലം തുഷാര കൊലക്കേസിൽ ഭർത്താവ് ചന്തുലാലിനും ഭർത്തൃമാതാവ് ഗീതാലാലിക്കും ജീവപര്യന്തം. പ്രതികൾ 1 ലക്ഷം വീതം പിഴയുമടയ്ക്കണം. കോടതി വിധിയിൽ തൃപ്തരെന്ന് തുഷാരയുടെ കുടുംബം. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ വിധി മെയ് 6-ന്. KM എബ്രഹാമിന്റെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിച്ച് CBI. അന്വേഷണ പരിധിയിൽ മുംബൈയിലെ 3 കോടിയുടെ അപ്പാർട്ട്മെന്റും കൊല്ലത്തെ ഷോപ്പിംഗ് കോംപ്ലക്സും. CBI സംഘം തേടുന്നത് 12 വർഷത്തെ സ്വത്ത് വിവരങ്ങൾ. വാക്സിൻ എടുത്ത ശേഷവും 5.5 വയസ്സുകാരിക്ക് പേവിഷബാധ. മലപ്പുറം കാക്കത്തടം സ്വദേശിനിയായ പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ. ചികിത്സാ പിഴവെന്ന ആക്ഷേപം. പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് മെയ് 7-ന്. തീരുമാനം വത്തിക്കാനിൽ ചേർന്ന കർദിനാൾമാരുടെ യോഗത്തിൽ. പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കാൻ വോട്ട് രേഖപ്പെടുത്തുക 135 കർദിനാൾമാർ. പ്രശസ്ത സിനിമാ സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി എൻ കരുൺ അന്തരിച്ചു. വൈകുന്നേരം 5 മണിയോടെ വഴുതക്കാട്ടെ വസതിയിൽ ആയിരുന്നു അന്ത്യം. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റും കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനുമാണ്. സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ വർഷത്തെ JC ഡാനിയൽ പുരസ്കാരം ദിവസങ്ങൾക്ക് മുമ്പാണ് ഷാജി എൻ കരുണിന് സമ്മാനിച്ചത്. ആദ്യ ചിത്രമായ പിറവിക്ക് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ക്യാമറ, പ്രത്യേക പരാമർശമടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചിരുന്നു. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ അതുല്യ പ്രതിഭയാണ് രാജ്യത്തിന് നഷ്ടമായത്. കിരൺ ബാബു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. കിരൺ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ലോകത്തിന് മുമ്പിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ അതുല്യ പ്രതിഭയാണ് വിടവാങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കണം. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പൊതുദർശനം, സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളുടെ സമയക്രമം, തീയതി ഒക്കെ വരുന്നുണ്ടോ ഈ സമയം? ആര്യ, ഏകദേശം 1 മണിക്കൂറേ ആയുള്ളൂ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിട്ട്. പൊതുദർശനവും അതോടൊപ്പം തന്നെ സംസ്കാരം തുടങ്ങിയ കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ
വീട്ടുകാരും അതോടൊപ്പം തന്നെ കേരള സംസ്ഥാന സർക്കാരുമായിട്ടുള്ള ചർച്ച നടക്കുകയാണ്. 4 മണി എന്നുള്ളതാണ് പ്രാഥമികമായി ഒരു തീരുമാനം വന്നിട്ടുള്ളത്. ശാന്തി കവാടത്തിലായിരുന്നു സംസ്കാരം എന്നുള്ളത് വന്നിട്ടുണ്ട്. വീട്ടിൽ തന്നെ പൊതുദർശനം ചടങ്ങുകൾ നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. സംസ്കാര ചടങ്ങ് ഔദ്യോഗിക ബഹുമതികളോടെയാവും നടത്തുക. എന്തായാലും വൈകിട്ട് 4 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിൽ അദ്ദേഹത്തിന്റെ സംസ്കാരം എന്നുള്ളതാണ് ഇപ്പോൾ ഇരിക്കുന്ന ധാരണയനുസരിച്ച് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. ഔദ്യോഗികമായ പ്രഖ്യാപനം അല്പസമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും മലയാളത്തെ സംബന്ധിച്ച് ലോകത്തിന് മുന്നിൽ മലയാള സിനിമയുടെ അഭിമാന അടയാളമായി നിന്ന ഒരു പ്രമുഖ സംവിധായകനും ഛായാഗ്രാഹകനുമാണ് ഇപ്പോൾ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. ഒരു സംവിധായകന്റെ 3 സിനിമകൾ കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ആ സംവിധായകനെ സംബന്ധിച്ച് ലോകത്ത് ഏത് രാജ്യത്തും ആ സംവിധായകനെ സംബന്ധിച്ച് അതൊരു വലിയ അഭിമാനമാണ്. പിറവി, സ്വം, വാനപ്രസ്ഥം ഈ 3 സിനിമകളും കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ അവിടെ പ്രദർശിപ്പിക്കപ്പെട്ട സിനിമകൾ കൂടിയാണ്. അവിടെ അംഗീകാരങ്ങൾ നേടിയ സിനിമകൾ കൂടിയാണ്. അത്തരമൊരു അംഗീകാരം അത്യപൂർവമായി മാത്രം ലോകത്തെ ഏതെങ്കിലും ഒരു സംവിധായകന് ലഭിക്കുന്ന ഒരു അംഗീകാരം കൂടിയാണ്. അത് നേടിയ സംവിധായകൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരാളുടെ ജീവിതത്തെ എത്രത്തോളം വലിപ്പമേറിയതാണ്, എത്രത്തോളം വിശാലമായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം എന്നതുകൂടി അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒന്നാണ്. മറ്റൊന്ന്, അതിശക്തമായ മൂർച്ചയേറിയ രാഷ്ട്രീയം പറയുന്ന സിനിമകൾ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പലതും. പിറവിയൊക്കെ അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് അന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വേട്ടയാടലുകൾ, ആ വേട്ടയാടലുകളും അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭവങ്ങളും രാജൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട വിഷയമടക്കം അതിശക്തമായ രീതിയിൽ തന്നെ അവതരിപ്പിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു. കാണാതായ മകനെ തേടിയുള്ള ഒരു അച്ഛൻ്റെ യാത്രയൊക്കെ പിറവി എന്ന സിനിമയിലൂടെ എങ്ങനെയാണോ അടിയന്തരാവസ്ഥയിൽ വേട്ടയാടലുകൾ നടന്നത്, പോലീസിൻ്റെ വേട്ടയാടലുകൾ നടന്നത്, അതിനെതിരെയുള്ള അതിശക്തമായ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അതിനെ വീണ്ടും ചലച്ചിത്രത്തിലേക്ക് കൊണ്ടുവന്ന് ആ ശക്തമായ രീതിയിൽ തന്നെ അവതരിപ്പിക്കുക കൂടിയായിരുന്നു അദ്ദേഹം. പുരോഗമന കലാസാഹിത്യ സംഘവും എപ്പോഴും പുരോഗമന ആശയങ്ങളുമായും ചേർന്ന് നിന്ന ഒരാൾ കൂടിയാണ് ഷാജി എൻ കരുൺ. അതോടൊപ്പം തന്നെ മലയാള ചലച്ചിത്ര മേഖലയിൽ ആദ്യം അദ്ദേഹം ചലച്ചിത്ര പഠനം പൂർത്തിയാക്കി അരവിന്ദനെ പോലെയുള്ള സിനിമയെ അതീവ ഗൗരവമായി കാണുന്ന, ഏറ്റവും ഗൗരവമായ ഒരു കലാരൂപമായി മാത്രം സിനിമയെ കാണുന്ന അരവിന്ദനെ പോലെയുള്ള ഒരു സംവിധായകനൊപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം. അദ്ദേഹത്തിന് വേണ്ടി ദീർഘകാലം അദ്ദേഹത്തിൻ്റെ ഛായാഗ്രാഹകനായിരുന്നത് ഷാജി എൻ കരുണാണ്. കെ ജി ജോർജ്, അതോടൊപ്പം തന്നെ എം ഡി വാസുദേവൻ നായർ തുടങ്ങി സിനിമയിൽ എങ്ങനെ മാറ്റം കൊണ്ടുവരാമെന്ന് ചിന്തിക്കുകയും അതൊക്കെ പ്രാവർത്തികമാക്കുകയും ഒക്കെ ചെയ്ത മഹാന്മാരായ സിനിമാ സംവിധായകർക്കൊപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം. അതിനുശേഷമാണ് അദ്ദേഹം സ്വന്തം സംവിധാനത്തിൽ സിനിമയിലേക്ക് എത്തുന്നത്. അത് പിറവിയായാലും ആദ്യ സിനിമയെ തന്നെ അദ്ദേഹത്തിന് കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് എത്തിക്കാൻ അതിന് അവാർഡുകൾ, പുരസ്കാരങ്ങൾ നേടിയെടുക്കാനും ഒക്കെ കഴിഞ്ഞു. രണ്ടാമത്തെ സിനിമ സ്വം വരുമ്പോഴും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആ തരത്തിലേക്ക് അന്താരാഷ്ട്ര തലത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ദീർഘകാലം കഴിഞ്ഞെടുത്ത വാനപ്രസ്ഥവും ആ തരത്തിലേക്ക് തന്നെ കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഒരു സംവിധായകനാണ്. പ്രത്യേകിച്ച് മലയാള സിനിമ എല്ലാ കാലത്തും മലയാളികൾക്ക് പുതിയ കാല സിനിമകൾ, ലോക സിനിമകളെയൊക്കെ പരിചയപ്പെടുത്താനും സിനിമയെ ഗൗരവമായി പഠിക്കാനും സിനിമയെ ഗൗരവമായി ലോകത്തിൻ്റെ സിനിമാ ചലനങ്ങളെക്കുറിച്ച് മലയാളികളായ സിനിമാ പ്രവർത്തകർ, സിനിമാ വിദ്യാർത്ഥികൾ തിരിച്ചറിയണമെന്ന് ഒക്കെ ആഗ്രഹിക്കുകയും അതനുസരിച്ച് ചലച്ചിത്ര അക്കാദമി രൂപപ്പെടുത്തുന്നതിലും ഒക്കെ അദ്ദേഹം വഹിച്ച പങ്ക് അത്രത്തോളം വലുതായിരുന്നു. അദ്ദേഹം സ്വന്തമായ രീതിയിൽ പഠിച്ചാലും സിനിമ ചെയ്താലും മാത്രം പോരാ, മലയാളത്തിലേക്ക് വരാൻ പോകുന്ന തലമുറ കൂടി ആ ലോക സിനിമയുടെ നിലവാരത്തിലേക്ക് ഉയരാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റാൻ കഴിയണമെങ്കിൽ അതിൽ സർക്കാരുകൾക്ക് ആ തരത്തിലേക്ക് ഒരു ഇടപെടലുകൾ വേണം. സാധാരണഗതിയിൽ സിനിമകൾ എടുക്കുന്നു, ആ സംവിധായകൻ്റെ ഒരു കലയാണ്, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് സമാന്തര സിനിമകൾ എടുക്കുന്നവർ അവർ ഒരു സിനിമ എടുക്കുന്നു, കച്ചവട സിനിമ മറ്റൊരു മേഖലയിൽ നിന്നെടുക്കുന്നു. അതിനപ്പുറത്തേക്ക് സിനിമയ്ക്ക് ഏതെങ്കിലും തരത്തിൽ സർക്കാരുകൾക്ക് പങ്കുണ്ടോ എന്നും സർക്കാരുകൾ ഇക്കാര്യത്തിൽ സജീവമായ ഇടപെടലുകൾ നടത്തേണ്ട ഒന്നാണെന്നും ഉള്ള ഒരു ചിന്തയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അത്തരം ഒരു ചിന്ത സർക്കാരിന് മുന്നിൽ ടി കെ രാമകൃഷ്ണൻ സംസ്കാര മന്ത്രിയായിരുന്നപ്പോൾ അവതരിപ്പിക്കുകയും അന്ന് തന്നെ ചലച്ചിത്ര അക്കാദമി ഇതിലേക്ക് രൂപപ്പെടുത്തുകയും ഒക്കെ ചെയ്തതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് അത്രത്തോളം വളരെ വലുതായിരുന്നു. 1 സിനിമാ സംവിധായകൻ എന്ന നിലയ്ക്ക്, 2 സിനിമയെ ഛായാഗ്രാഹകൻ എന്ന നിലയ്ക്ക്, 3 സിനിമയെ എങ്ങനെയാണോ മലയാള സിനിമയുടെ ഭാവിയെ നിശ്ചയിക്കുന്നതിൽ ലോക സിനിമയുമായിട്ടുള്ള പരിചയം എങ്ങനെയായിരിക്കണം എന്ന് അതിന് സർക്കാരിന് ഏത് തരത്തിലാണ് ഇടപെടേണ്ടത്, ഇങ്ങനെ 3 തരത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എല്ലാ കാലത്തും മലയാള സിനിമ ഉണ്ടായിരുന്നുള്ള കാലത്തോളം അടയാളപ്പെടുത്തപ്പെടും. തീർച്ചയായും ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. സംവിധായകൻ എന്നതിനൊപ്പം തന്നെ ഛായാഗ്രാഹകൻ എന്ന നിലയിലും തിളങ്ങിയ വ്യക്തിയാണ്. ഈ ഡിജിറ്റൽ സാങ്കേതിക തികവുകളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് പോലും അദ്ദേഹം ദൃശ്യ വിവരണത്തിലൂടെ ലോകത്തെ തന്നെ പലകുറി വിസ്മയിപ്പിച്ച വ്യക്തിത്വമാണ്. അതോടൊപ്പം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആയിരിക്കുമ്പോഴുമൊക്കെ മലയാള സിനിമയെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ അഹോരാത്രം
പ്രവർത്തിച്ച ഒരു സിനിമാ പ്രവർത്തകനെ കൂടിയാണ് നഷ്ടമായിരിക്കുന്നത്. ആർ കിരൺ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. സംവിധായകരായ അഷ്റഫ് ഹംസ, ഖാലിദ് റഹ്മാൻ എന്നിവർക്ക് പിന്നാലെ ലഹരി കേസിൽ കുടുങ്ങിയ റാപ്പർ വേടനും. യുവാക്കളുടെ ഹരമായി മാറിയ റാപ്പർ വേടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ വേടനെയും സുഹൃത്തുക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഞ്ചാവ് ഉപയോഗിച്ചതായി വേടൻ സമ്മതിച്ചതായും പോലീസ് പറഞ്ഞു. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ബാക്കി നിയമ നടപടികളിലേക്കും പോലീസ് കടക്കും. പക്ഷെ ഒന്ന് ആൾട്ട് പ്ലസ് ടാലന്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് പറയുന്നവരാണ് ഈ ഫ്ലാറ്റ് അവർ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഹിരൺ എന്ന് പറയുന്ന വേടൻ എന്ന് വിളിക്കുന്ന ഹിരൺ, അപ്പോൾ ആളും ആളുടെ സഹപ്രവർത്തകരും ഇതിവിടെ ഷോയ്ക്കും മറ്റും വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ കൂടുന്ന ഒരു സ്ഥലമാണ്. അയാൾ അവരുടെ ഇവിടെ ഇരുന്ന് ഡ്രഗ്സ് ഉപയോഗിച്ചായിട്ട്, അതായത് ഗഞ്ചാവ് ഉപയോഗിച്ചായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ഒരു 6 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടെ അവരുടെ മൊബൈൽ ഫോണും ഒരു 9 ലക്ഷത്തോളം രൂപയും എടുത്തിട്ടുണ്ട്. അതവിടെ പ്രോഗ്രാം കിട്ടി എന്നാണ് പറയുന്നത്. എല്ലാം കംപ്ലീറ്റ് എല്ലാം വെരിഫൈ ചെയ്യും. എല്ലാവരുടെയും ദേഹപരിശോധനയിൽ കിട്ടിയിട്ടില്ല. അത് അവരുടെ മേശപ്പുറത്തും മറ്റൊക്കെ സൂക്ഷിച്ചു ഉപയോഗിച്ചിരുന്ന അയാൾ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ട് ബാക്കിയുള്ള നിയമപരമായ നടപടി ചെയ്യും. അതെ, കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഞങ്ങളിങ്ങനെ അറിവ് കിട്ടിയതിന് പ്രകാരം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അത് അവർ ഷോയ്ക്ക് കിട്ടിയ പണമായിരുന്നു പറഞ്ഞത്. എത്ര പണം കിട്ടിയിട്ടുണ്ട് സാർ? ഒരു 9 ലക്ഷം രൂപ. അത് അവർക്ക് അവരുടെ കൂടെയുള്ള ട്രൂപ്പിലെ മറ്റ് മെമ്പേഴ്സിന് ഷെയർ ചെയ്യാനുള്ള സാധനമാണ്. അപ്പോൾ അവർക്ക് കിട്ടിയ പൈസ ക്യാഷായിട്ട് കിട്ടിയതുകൊണ്ടാണ് ക്യാഷായിട്ട് സൂക്ഷിച്ചെന്ന് പറഞ്ഞത്. അവർ നിലവിൽ 9 പേരാണ്. 9 അവർ നിയമ നടപടികളും അതുപോലെ മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ആ സംഘത്തിൽപ്പെട്ട ആളുകളാണ്. അതേസമയം റാപ്പർ വേടന്റെ മാലയിൽ നിന്ന് കണ്ടെത്തിയത് പുലിയുടെ പല്ല് തന്നെയെന്ന് സ്ഥിരീകരിച്ചു. ഇത് തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് വേടന്റെ മൊഴി. വേടനെ വനം വകുപ്പ് ഉടൻ കസ്റ്റഡിയിലെടുക്കും. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരിക്കും വനം വകുപ്പ് കേസെടുക്കുക. ആജ്ഞ രവീന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ആജ്ഞ, കൃത്യമായ രാഷ്ട്രീയം തന്റെ സംഗീതത്തിലൂടെ പറയുന്ന ലഹരിക്കെതിരെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേടൻ തന്നെ ഈ ലഹരി കേസിൽ കുടുങ്ങി എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ച് ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നായിരുന്നു. പക്ഷെ അതിനപ്പുറം ഇപ്പോൾ വേടന് പുലിവാലാകാൻ പോകുന്നത് കഴുത്തിലെ ഈ പുലിപ്പല്ലാണോ? അങ്ങനെ തന്നെ വേണം പറയാൻ ആര്യ. കാരണം ഈ 6 ഗ്രാം കഞ്ചാവായിരുന്നു വേടന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തത്. ഈ 6 ഗ്രാം കഞ്ചാവ് എന്ന് പറയുന്നത് കേസും ജാമ്യത്തിൽ വിട്ടയക്കാനുള്ള കേസ് മാത്രമായിരുന്നു. അത്തരത്തിൽ തന്നെ വൈദ്യപരിശോധന നടത്തി അവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയക്കുക എന്നൊരു നീക്കത്തിലായിരുന്നു പോലീസുണ്ടായിരുന്നത്. അതേസമയം വേടന്റെ കഴുത്തിൽ കിടന്ന മാലയിലെ പുലിപ്പല്ലാണ്, മാലയിലുണ്ടായിരുന്ന പുലിപ്പല്ലാണ് എന്നുള്ള സ്ഥിരീകരണം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ജാമ്യം കിട്ടാനുള്ള സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പോലീസ് പരിശോധനയ്ക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഫോറസ്റ്റ് അധികൃതർക്ക് വേടനെ കൈമാറുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ നമ്മൾ കരുതിയിരുന്നത് പോലെ 9 പേരാണ് വേടന്റെ ഫ്ലാറ്റിൽ നിന്നും പ്രാക്ടീസിനായി എത്തിയതാണ് എന്നാണ് ഇവർ പറയുന്നത്. 9 പേരെയാണ് വേടന്റെ റൂമിൽ നിന്ന് വേടൻ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തത്. 9.5 ലക്ഷം രൂപയും കണ്ടെത്തിയിരുന്നു. ഈ 9 ലക്ഷം രൂപ കഴിഞ്ഞ പ്രോഗ്രാമിന് ലഭിച്ചതാണ്. അത് ഈ ആളുകൾക്ക് വീതം വെച്ച് നൽകാനുള്ളതാണ് എന്നുള്ള വേടൻ പോലീസുകാരോട് നൽകിയിരുന്നത്. അതേസമയം തായ്ലൻഡിൽ നിന്ന് കിട്ടിയതാണ് തനിക്ക് കഴുത്തിൽ കിടക്കുന്ന പുലിപ്പല്ല്. അത് പുലിപ്പല്ലാണെന്ന് വ്യക്തമായതുകൊണ്ട് തന്നെ പുലിയുടെ അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ നഖവോ അതല്ലെങ്കിൽ പല്ലോ ഒക്കെ കൈവശം വെക്കുന്നതും ധരിക്കുന്നതും ഒക്കെ ഒഫൻസ് ആണ്, പണിഷബിൾ ഒഫൻസ് തന്നെയാണ്. അത് ഇത്തരത്തിൽ നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ ജാമ്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് തന്നെ പോവുകയാണ്. എങ്ങനെയായാലും മിനിമം റിമാൻഡ് കാലാവധി ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കേസ് തന്നെയാണ്. അത് എന്താണ്, ഏത് തരത്തിലാണ് എന്നുള്ളത് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് കൈമാറിയ ശേഷമേ അത് മനസ്സിലാവുകയുള്ളൂ. പക്ഷെ ഇത് കഴുത്തിലുണ്ടായിരുന്നത് പുലിപ്പല്ലാണ് എന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോലീസ് തന്നെയാണ് ഇത്തരത്തിൽ പരിശോധനയ്ക്കിടെ അത്തരത്തിൽ സംശയം പോലീസിന് തന്നെ തോന്നിയ ശേഷമാണ് ഫോറസ്റ്റ് അധികൃതർ ഫ്ളാറ്റ് എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തത്. എന്തായാലും പുലിപ്പല്ലാണെന്ന് വ്യക്തമായതോടുകൂടി കേസിന്റെ രൂപം മാറുകയാണ്. അതുവരെ ജാമ്യം ലഭിക്കുമായിരുന്ന അല്ലെങ്കിൽ ജാമ്യത്തിൽ ഇറങ്ങാമായിരുന്ന ഒരു കേസ് അത്
നേരെ വിപരീതമായി മാറുകയാണ്. അതാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ വേടന് കുരുക്കാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയത്. ആര്യ, തീർച്ചയായും ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കഴുത്തിലെ പുലിപ്പല്ല, അതാണ് വേടൻ ഇപ്പോൾ കൂടുതൽ കുരുക്കായി മാറിയിരിക്കുന്നത്. ഇടുക്കിയിൽ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷ പരിപാടിയിൽ നിന്ന് വേടന്റെ റാപ്പ് ഷോ ഒഴിവാക്കി വേടനെ കഞ്ചാവ് കേസിൽ പിടിച്ച സാഹചര്യത്തിലാണ് സർക്കാരിന്റെ തീരുമാനം. ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുന്നു. രാവിലെ 7:45 ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസിലെത്തിയ ഷൈൻ ദീർഘനേരം ഇരുന്നതോടെ ബഹളമുണ്ടാക്കി താഴത്തെ നിലയിലേക്ക് ഇറങ്ങുകയായിരുന്നു. തുടർന്ന് 2 മണിയോടെയാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ചതോടെ ഷൈനിന്റെ സഹോദരനെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തി. 6 നടന്മാർക്ക് ലഹരി നൽകിയിരുന്നതായി ചോദ്യം ചെയ്യലിൽ മോഡൽ സൗമ്യ സമ്മതിച്ചു. നടന്മാരുമായുള്ള ലഹരി പെൺവാണിഭ ഇടപാടുകളും സൗമ്യ സമ്മതിച്ചു. അറിയാം, കൊച്ചിയിൽ വന്നിട്ട് അറിയാം. ലഹരി വിൽപ്പനയിൽ ഇടനില നിന്നതിന്റെ ബാങ്ക് ട്രാൻസാക്ഷൻ രേഖകൾ ഉൾപ്പെടെ നിരത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. സൗമ്യയെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കും. ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, കുരുക്ക് മുറുകുകയാണല്ലോ ഷൈനിന്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളല്ലേ ഇപ്പോൾ സൗമ്യയെ ചോദ്യം ചെയ്തതിൽ നിന്ന് എക്സൈസിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്? തീർച്ചയായിട്ടും ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് 4ാമത്തെ അറസ്റ്റിലേക്ക് എക്സൈസ് നീങ്ങുന്നു എന്നുള്ളതാണ്. എക്സൈസ് രാവിലെ മുതൽ ചോദ്യം ചെയ്തിരുന്ന മോഡലും ഒപ്പം തന്നെ ലഹരി വിൽപ്പനയിലും സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരിയുമായി മാറിയ സൗമ്യയുടെ അറസ്റ്റാണ് ഉടൻ രേഖപ്പെടുത്തുമെന്നുള്ളത് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം റിമാൻഡ് നടപടികളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ, അത്തരത്തിലുള്ള ക്രമീകരണങ്ങളിലേക്ക് എക്സൈസ് മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് രാവിലെ 7:40 മുതലാണ് ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട നടന്മാർ ഇന്ന് ആലപ്പുഴയിൽ എക്സൈസ് ഓഫീസിൽ ഹാജരായത്. ഷൈൻ ടോം ചാക്കോയാണ് 7:40 ആദ്യം എത്തിയത്. പിന്നീട് തൊട്ടുപിറകെ ശ്രീനാഥ് ഫാസിയും ഒപ്പം തന്നെ സൗമ്യ, അതായത് ഡെവിൾ സച്ചു എന്നറിയപ്പെടുന്ന സൗമ്യയും എത്തി. സൗമ്യയാണ് പക്ഷേ ആദ്യം ചോദ്യം ചെയ്യലായി വിളിച്ചത്. അതായത് ശ്രീനാഥ് ഫാസിയും ഷൈൻ ടോം ചാക്കോ എക്സൈസിലൂടെ തനിക്ക് 1 മണിക്കൂറിനുള്ളിൽ പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഷൈൻ ടോം ചാക്കോനെ ഏറ്റവും ഒടുവിലായി ചോദ്യം ചെയ്യാനായി വിളിക്കാനായിരുന്നു എക്സൈസ് തീരുമാനം. സൗമ്യയെ ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യൽ ഏകദേശം 5 മണിക്കൂറോളം നീണ്ടു. ഉച്ചയോടുകൂടി ഷൈൻ ടോം ചാക്കോ അവിടെ നിന്നും അസ്വസ്ഥത പ്രകടിപ്പിച്ചു. തുടർന്ന് തനിക്ക് തൻ്റെ അച്ഛനെ കാണണമെന്നും സഹോദരനെ കാണണമെന്നും ആവശ്യപ്പെട്ടു. അതായത് ഉച്ചഭക്ഷണത്തിന് ശേഷം ബെഞ്ചിൽ കിടന്ന് വിശ്രമിക്കുകയായിരുന്ന ഷൈൻ ടോം ചാക്കോയാണ് പിന്നീട് അത്തരത്തിലൊരു അവിടെ എക്സൈസ് ഓഫീസിൻ്റെ 1ാം നിലയിൽ അങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കിയത്. തുടർന്ന് താൻ ലഹരി നിർത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഡ്രോവലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ തനിക്കുണ്ട് എന്നുള്ള കാര്യം പറയുന്നു. അവിടെ നിന്ന് ബഹളമുണ്ടാക്കി 1ാം നിലയിൽ നിന്ന് താഴത്തേക്ക് വരാൻ ശ്രമിച്ചു. തുടർന്ന് താഴത്തേക്ക് വരാനായി ഇറങ്ങിയപ്പോൾ മാധ്യമങ്ങൾ, സ്റ്റെയർകേസിന് അവിടെ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നീട് മാധ്യമപ്രവർത്തകരെ കണ്ട് ഇയാൾ തിരിച്ചു പോവുകയായിരുന്നു. തുടർന്ന് ഷൈൻ്റെ ആവശ്യപ്രകാരം എക്സൈസ് ഉദ്യോഗസ്ഥർ ഫോൺ നൽകി ഷൈൻ്റെ അച്ഛനെ വിളിച്ചു. ഇവിടേക്ക് എത്തണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഷൈൻ്റെ സഹോദരൻ അവിടെ എത്തി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ ചില മെഡിസിനുകൾ ഷൈന് നൽകുകയും ചെയ്തു എന്ന് എക്സൈസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ദീർഘനേരം ചോദ്യം ചെയ്തു. അതായത് ഷൈനി ബഹളം വെച്ചതിന് ശേഷമാണ് പിന്നീട് സൗമ്യയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാതെ തന്നെ ഷൈനെ ചോദ്യം ചെയ്യാനായി കയറ്റിയത്. ഷൈനെ ചോദ്യം ചെയ്തു. അതിനുശേഷം വീണ്ടും സൗമ്യയെ ചോദ്യം ചെയ്തു. സൗമ്യയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഷൈനെ 2ാമത് വീണ്ടും ചോദ്യം ചെയ്യുകയായിരുന്നു. എന്തായാലും ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ നിലവിൽ ശ്രീനാഥ് ഫാസിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഫാസി എന്നിവരുമായി ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് എക്സൈസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 6 മാസത്തെ ബാങ്ക് ട്രാൻസാക്ഷൻ രേഖകൾ വെച്ചായിരുന്നു, സൗമ്യയുടെ ഇടപാടുകൾ വെച്ചായിരുന്നു പരിശോധിച്ചത്. ഇതിൽ തന്നെ പെൺവാണിഭ ആവശ്യങ്ങൾക്കും ഒപ്പം തന്നെ ഈ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പണം ബാങ്ക് ട്രാൻസാക്ഷൻ മുഖാന്തരം കൈമാറിയിട്ടുണ്ട് എന്നുള്ളത് അവർ സ്ഥിരീകരിച്ചു. പക്ഷേ ചോദ്യം ചെയ്യലിലെ ഘട്ടത്തിലെല്ലാം തന്നെ സൗമ്യ ഷൈൻ ടോം ചാക്കോയുമായി പെൺവാണിഭ ബന്ധങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ്
വ്യക്തമാക്കിയത് ലഹരി വിൽപ്പന നടന്നിട്ടില്ല എന്ന് സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ ലഹരി വിൽപ്പന ഉണ്ട് എന്നുള്ളത് ട്രാൻസാക്ഷനിലെ ചില കണക്കുകൾ ചൂണ്ടിക്കാട്ടി എക്സൈസ് സംഘം അവരെ പിന്നീടും ചോദ്യം ചെയ്യുകയായിരുന്നു. അത്തരത്തിൽ വിശദമായൊരു ചോദ്യം ചെയ്യലാണ് നടക്കുന്നത്. ഈ വൈകിട്ട് 5 മണിക്ക് ശേഷമാണ് ശ്രീനാഥ് ഭാസിയെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചത്. ഈ 2 പേരും എക്സൈസ് ഓഫീസിലെ 1ാം നിലയിലെ ബെഞ്ചിൽ ആയിരുന്നു മണിക്കൂറുകളോളം ഇവരെ ഇരുത്തിയിരുന്നത്. പിന്നീട് ശ്രീനാഥ് ഭാസി ഉച്ചയോടുകൂടി ഭക്ഷണശേഷം ആ ബെഞ്ചിൽ തന്നെ കിടന്നുറങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു. അതിനുശേഷം ഈ വൈകിട്ട് 5 മണിയോടെയാണ് ഇവരെ വിളിപ്പിച്ചത്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതായത് കൂടുതൽ ചലച്ചിത്ര താരങ്ങളുമായി ലഹരി ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള മൊഴി ഈ സൗമ്യ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ ചലച്ചിത്ര താരങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, പുതിയ പേരുകൾ ഇവർ നൽകിയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ പുതിയ തലങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത് 1ാം പ്രതിയായ തസ്ലീമ സുൽത്താന, അവരുടെ ഭർത്താവ് സുൽത്താൻ എന്നിവരാണ്. ഈ തസ്ലീമയുമായി അടുത്ത ബന്ധം ഈ സൗമ്യ പുലർത്തിയിരുന്നു എന്നുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. റിയൽ മീറ്റ് എന്ന പേരിലാണ് ഇവർ പെൺവാണിഭ സംഘങ്ങളുമായി ആ ഒരു കോഡ് നെയിമിലാണ് ഇവർ ഈ പെൺവാണിഭ ബിസിനസ്സുകൾ നടത്തിയിട്ടുള്ളതെന്നാണ് എക്സൈസ് സ്ഥിരീകരിക്കുന്നത്. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് ശരണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ തലങ്ങളിലേക്ക് കൂടി കടക്കുകയാണ്. ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. മോഡലായ സൗമ്യയെ ഉടൻ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് സൂചന. ഭീകരർക്കായി തെരച്ചിൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ച പ്രതിരോധ കാര്യങ്ങൾക്കുള്ള പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം തുടരുകയാണ്. പാർലമെന്റ് മന്ദിരത്തിലാണ് യോഗം ചേരുന്നത്. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിലവിലെ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തും. അതേസമയം പാകിസ്ഥാന് കൂടുതൽ ആയുധങ്ങൾ ചൈന കൈമാറി. PL-15 ലോങ് റേഞ്ച് എയർ ടു എയർ മിസൈലുകളാണ് അടിയന്തരമായി വിതരണം ചെയ്തത്. അതിർത്തിയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ആയുധ ശക്തി വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് 26 റഫേൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങും. 63,000 കോടിയുടെ കരാറാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിട്ടത്. ഇന്ത്യയ്ക്ക് വേണ്ടി പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്, നാവികസേന ചീഫ് വൈസ് അഡ്മിറൽ കെ സ്വാമിനാഥൻ എന്നിവർ കരാറിൽ ഒപ്പിട്ടു. യുദ്ധക്കപ്പലുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന റഫേൽ വിമാനങ്ങൾ നാവികസേനയ്ക്ക് കൂടുതൽ കരുത്തു പകരും. അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയ കൂടിക്കാഴ്ചയിൽ അതിർത്തിയിലെ സേനാ വിന്യാസം ചർച്ചയായി. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകര സംഘത്തെ 4 തവണ ലൊക്കേറ്റ് ചെയ്തെങ്കിലും പിടികൂടാനായില്ല. ഒരു തവണ സുരക്ഷാസേന വെടിയുതിർക്കുകയും ചെയ്തു. അന്വേഷണം ഏറ്റെടുത്ത NIA സംഘം ബംഗളൂരുവിലെത്തി കൊല്ലപ്പെട്ട ഭരത് ഭൂഷന്റെ കുടുംബാംഗങ്ങളുമായി മൊഴിയെടുത്തു. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ ശക്തമായ നടപടിയുമായി രാജ്യം മുന്നോട്ടു പോവുകയാണ്. ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി ചർച്ച നടത്തിയ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അതിർത്തിയിലെ തയ്യാറെടുപ്പുകൾ പ്രധാനമന്ത്രിയെ അറിയിച്ചു. സംയുക്ത സൈനിക മേധാവി അനിൽ ചൌഹാനുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളും പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രിയെ ബോധിപ്പിച്ചു. കൂടിക്കാഴ്ച 40 മിനിറ്റ് നീണ്ടുനിന്നു. കശ്മീരിൽ ഭീകരർക്കായി സുരക്ഷാസേനയുടെ വ്യാപക തെരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ 5 ദിവസത്തിനിടെ 4 തവണയാണ് സുരക്ഷാസേന പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരുടെ അടുത്തെത്തിയത്. അനന്ത്നാഗിലെ ഹപത്നാർ ഗ്രാമത്തിൽ വെച്ചാണ് ഭീകരരെ ആദ്യം കണ്ടത്. പിന്നീട് ത്രാൽ, കുൽഗാം, കോകർനാഗ് എന്നിവിടങ്ങളിൽ വെച്ചും ഭീകരരുടെ അടുത്തെത്തി. കുൽഗാമിൽ വെച്ച് ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ദുർഘടമായ ഭൂപ്രകൃതി മുതലെടുത്ത് ഭീകരർ രക്ഷപ്പെടുകയായിരുന്നു. ആക്രമണത്തിനിരകളായവരുടെ 2 മൊബൈൽ ഫോണുകൾ ഭീകരരുടെ കൈവശമുണ്ട്. ഇത് സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. കേസ് അന്വേഷണം ഏറ്റെടുത്ത NIA സാക്ഷികളുടെ മൊഴിയെടുക്കുന്നത് തുടരുകയാണ്. ബംഗളൂരുവിലെത്തിയ NIA സംഘം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭരത് ഭൂഷന്റെ കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി. അടുത്ത ദിവസം കൊച്ചിയിലെത്തി ഇടപ്പള്ളി സ്വദേശി N രാമചന്ദ്രന്റെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കും. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ വിരുദ്ധ പ്രചാരണം നടത്തിയ പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഡോൺ, ജിയോ ന്യൂസ്, സമ ന്യൂസ് ഉൾപ്പെടെ 16 യൂട്യൂബ് ചാനലുകൾക്കെതിരെയാണ് നടപടി. ക്രിക്കറ്റ് താരം ഷൊഹൈബ് അക്തറിന്റെ ചാനലിനും നിരോധനമുണ്ട്. അതേസമയം BBC-യുടെ ഉള്ളടക്കം കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചു വരികയാണ്. പഹൽഗാമിൽ ആക്രമണം നടത്തിയവരെ ഭീകരർ എന്നതിന് പകരം ആയുധധാരികൾ എന്നാണ് BBC വിശേഷിപ്പിച്ചത്. ഇക്കാര്യത്തിൽ അതൃപ്തി അറിയിച്ച് കേന്ദ്രം BBC-യുടെ ഇന്ത്യ മേധാവിക്ക് കത്തയച്ചു.
പഹൽഗാം സംഭവത്തിൽ സുരക്ഷാ ഏജൻസികളെ വിമർശിക്കുന്ന കോൺഗ്രസിന്റെ കേരളത്തിലെ സമൂഹ മാധ്യമ അക്കൌണ്ടിലെ പോസ്റ്റ് ആയുധമാക്കി പാക് രാഷ്ട്രീയ നേതാക്കൾ. INC കേരള എന്ന എക്സ് അക്കൌണ്ടിലെ പോസ്റ്റാണ് മുൻ പാക് മന്ത്രി കൂടിയായ ഫവാദ് ഹുസൈൻ ഇന്ത്യക്കെതിരെ ആയുധമാക്കുന്നത്. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണെന്നും പ്രതികരണങ്ങൾ സ്വാഭാവികമാണെന്നുമാണ് കോൺഗ്രസിന്റെ പ്രതികരണം. INC കേരള എന്ന എക്സ് അക്കൌണ്ടിലെ പോസ്റ്റ് ഇങ്ങനെ: അതിർത്തിയിൽ നിന്നും 200 കിലോമീറ്റർ അകലെയുള്ള പഹൽഗാമിലേക്ക് ആയുധവുമായി തീവ്രവാദികൾ എങ്ങനെയെത്തി? സുരക്ഷാ ഏജൻസികളെ വെട്ടിച്ച് തീവ്രവാദികൾക്ക് ആസൂത്രണം നടത്താൻ എങ്ങനെ കഴിഞ്ഞു? രാജ്യത്തെ പ്രധാന നഗരങ്ങളൊന്നും സുരക്ഷിതമല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് പഹൽഗാം സംഭവം. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഈ പോസ്റ്റ് പാകിസ്ഥാനിലെ രാഷ്ട്രീയ പാർട്ടികൾ ആയുധമാക്കുകയാണ്. മുൻ പാക് മന്ത്രിയും തെഹ്രിക്ക് ഇൻസാഫ് പാർട്ടിയുടെ നേതാവുമായ ഫവാദ് ഹുസൈൻ INC കേരളയുടെ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെറ്റെന്ന വാദം ഉന്നയിക്കാൻ പാകിസ്ഥാൻ നേതാക്കൾ ഇത് ആയുധമാക്കുകയാണ്. എന്നാൽ ജനാധിപത്യ രാജ്യത്ത് ഇത്തരം പ്രതികരണങ്ങൾ സ്വാഭാവികമാണെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. മുംബൈ ആക്രമണ സമയത്ത് നരേന്ദ്രമോദി സമാന പ്രതികരണം നടത്തിയെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയാണ്. ഇന്ത്യയിൽ ഭരണകൂടത്തിനെതിരെ ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങളിൽ പാകിസ്ഥാന്റെ രീതിയിലായിരിക്കില്ല ഇന്ത്യയിൽ ചോദ്യം ചെയ്യുക. ഇന്ത്യയിലെ ജനങ്ങളോട് അക്കൗണ്ടബിൾ ആയിട്ടുള്ള ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ അതിന് മറുപടി പറയേണ്ടതായിട്ട് വരും. ആ മറുപടി ഉണ്ടാകുന്നില്ലല്ലോ. പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ മറുപടി പറയുന്നില്ലല്ലോ. പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ സർവകക്ഷി യോഗത്തിൽ പോലും പങ്കെടുക്കാതെ രാഷ്ട്രീയ പ്രചരണമായിട്ട് മുന്നോട്ട് പോവല്ലേ. കഴിഞ്ഞ ദിവസം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നടത്തിയ വിമർശനവും പാക് നേതാക്കൾ ആയുധമാക്കിയിരുന്നു. രാജ്യം സങ്കീർണ സാഹചര്യത്തിലൂടെ കടന്നുപോകുമ്പോൾ ശത്രു രാജ്യത്തിന് ആയുധം നൽകുന്നതാണ് കോൺഗ്രസിന്റെ നീക്കമെന്നാണ് BJPയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, News 18. വാക്സിൻ എടുത്ത ശേഷവും 5.5 വയസ്സുകാരിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. മലപ്പുറം പെരുവള്ളൂർ കാക്കത്തടം സ്വദേശിനിയായ പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാർച്ച് 29-നാണ് കുട്ടിക്ക് തെരുവുനായയുടെ കടിയേറ്റത്. മിഠായി വാങ്ങാൻ പുറത്തുപോയ കുട്ടിയെ തെരുവുനായ ആക്രമിക്കുകയായിരുന്നു. തലയ്ക്കും കാലിനുമായിരുന്നു ഗുരുതരമായി മുറിവേറ്റിരുന്നത്. കുട്ടിയെ ആദ്യം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് പേവിഷബാധയ്ക്കെതിരെയുള്ള IDRB വാക്സിനും നൽകി. എന്നാൽ കഴിഞ്ഞയാഴ്ച പനി ബാധിച്ച കുട്ടി പേവിഷബാധയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലുള്ള കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. പരിശോധനയിൽ കുട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. തലയ്ക്കേറ്റ മുറിവിന് ചികിത്സ നൽകി അന്ന് രാത്രി തന്നെ കുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിരുന്നു. ഇത് ചികിത്സാ പിഴവെന്നാണ് ആരോപണം. ഇനിയൊരു കുട്ടിക്ക് ഇത് ആവർത്തിക്കപ്പെടരുത് എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. കാരണം തെരുവുനായകളുടെ ശല്യം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഇത് എന്ത് നിയമങ്ങൾ മാറ്റിമറിച്ചിട്ടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നാട്ടുകാരുടെയൊക്കെ ആവശ്യം. കുട്ടിക്കൊപ്പം 5 പേർക്ക് കൂടി ഇതേ നായയുടെ കടിയേറ്റിരുന്നു. ഇവരുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. വാക്സിൻ എടുത്തതിനു ശേഷം കുട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത് വലിയ ആശങ്കയാണ് പ്രദേശത്തുയർത്തിയിരിക്കുന്നത്. News 18 മലപ്പുറം. മലപ്പുറത്ത് 5.5 വയസ്സുകാരിക്ക് പേവിഷബാധയേറ്റ സംഭവത്തിൽ കുട്ടിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെന്ന് പിതാവ് സൽമാൻ ഫാരിസ്. മെഡിക്കൽ കോളേജിൽ എത്തിച്ച് കുത്തിവയ്പ് എടുത്തിരുന്നുവെന്നും കാലിലെ മുറിവിൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നുവെന്നും പിതാവ് പറഞ്ഞു. അതേസമയം തലച്ചോറിൽ വൈറസ് ബാധയേറ്റാൽ വാക്സിൻ ഫലപ്രാപ്തിയിൽ സാധ്യത കുറയുമെന്നും ഇതാകാം വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധ ഉണ്ടാകാൻ കാരണമെന്നുമാണ് മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം. ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് മെയ് 7 മുതൽ നടക്കും. ഇതിനായുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകി വത്തിക്കാനിൽ ചേർന്ന കർദിനാൾമാരുടെ യോഗത്തിലാണ് തീരുമാനം. 135 പേരാണ് പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കാനായി വോട്ട് രേഖപ്പെടുത്തുക. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 8,940 രൂപ, പവന് 71,520 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 7,405 രൂപ, പവന് 59,240 രൂപ. വെള്ളി ഗ്രാമിന് 109 രൂപ, കിലോഗ്രാമിന് 1,09,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ലൈവ് 6 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം. സകലമാന കേരളം ഭവ്യ പാർവതി ചേരും. നമസ്കാരം.